ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധനാമം വീണ്ടും വാഴ്ത്തപ്പെടട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ പ്രഭാത വന്ദനം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം: വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസേഫിൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, യാക്കോബ് ദീനമായി കിടക്കുന്നു എന്ന വാർത്ത കേട്ട് മിസ്രയീമിലെ മന്ത്രിയായിരുന്ന അവൻ്റെ മകൻ യോസേഫ്, എബ്രീം, മനശ്ശ എന്നീ 2 പുത്രന്മാരെ കൂട്ടിക്കൊണ്ട് തൻ്റെ അടുക്കൽ ചെല്ലുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ യാക്കോബ് തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലിന്മേലിരുന്നു. തനിക്ക് ലൂസിൽ വെച്ച് പ്രത്യക്ഷനായി തന്നെ അനുഗ്രഹിച്ച ദൈവത്തെക്കുറിച്ചും ആ ദൈവം നൽകിയ അനുഗ്രഹ വാഗ്ദാനങ്ങളെക്കുറിച്ചും അവൻ സംസാരിച്ചു. അന്യദേശത്ത് മരണശയ്യയിലായിരിക്കുമ്പോഴും ദീർഘമായ വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിലും അവനും അവൻ്റെ ശേഷം അവൻ്റെ സന്തതിക്കും ദേശം ശാശ്വത അവകാശമായി കൊടുക്കുകയും ചെയ്യുമെന്നരുളി ചെയ്തു. അവൻ്റെ വാക്കിലുള്ള വിശ്വാസം യാക്കോബിൻ്റെ ഹൃദയത്തിൽ ആ സമയത്ത് നിറഞ്ഞ് നിന്നിരുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ജഡാനരയോ വാർദ്ധക്യമോ ക്ഷീണമോ മരണമോ യഥാർത്ഥ അഭിഷേകത്തിന് ക്ഷീണം വരുത്തുകയില്ല എന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അഭിഷേകം സാഹചര്യങ്ങൾക്കനുസരിച്ചും കാലങ്ങൾക്കനുസരിച്ചും അത് വ്യത്യസ്തപ്പെടുന്നതായി തീരുന്നില്ല. അല്ലെങ്കിൽ അഭിഷേകത്തിന് വാർദ്ധക്യമില്ല. നിറഞ്ഞ അഭിഷേകം എന്നും നിറഞ്ഞതായി തന്നെ ഇരിക്കും. യോസേഫിന് ജനിച്ച 2 മക്കളായ മനശ്ശയും എബ്രീമും രൂബേനും ശിമയോനും എന്ന പോലെ തനിക്കുള്ളവരായിരിക്കാനും അവൻ്റെ ആഗ്രഹം യാക്കോബ് യോസേഫിനെ അറിയിക്കുന്നതും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതായത് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളിൽ അവർ 2 ഗോത്രമായിരിക്കാനും ആഗ്രഹം അറിയിച്ചു. ഇപ്രകാരം യാക്കോബിൻ്റെ കണ്ണ് വയസ്സുകൊണ്ട് മങ്ങി കാണാൻ വഹിയാതെ വണ്ണം ഇരുന്നു. അവൻ അവരെ ചുംബിച്ച് ആലിംഗനം ചെയ്തു. ഇസ്രായേൽ യോസേഫിനോട്, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് ഇടവരുത്തിയല്ലോ എന്ന് പറയുന്നതാണ് ഉൽപ്പത്തി 48 നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവന്റെ വിശ്വാസം എപ്രകാരം ശക്തമായിരുന്നു എന്ന് ആ വാചകം വെളിപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ യോസേഫ് ഇളയ മകനായ എബ്രീമിനെ വലങ്കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ ഇടംകൈക്ക് നേരെയും മനശ്ശയെ ഇടംകൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ വലങ്കൈക്ക് നേരെയുമായി അനുഗ്രഹിക്കുവാനായിട്ട് നിർത്തുകയാണ്. എന്നാൽ അനുഗ്രഹിച്ചത് വിശ്വാസത്താലായിരുന്നു എന്ന് ദൈവവചനം പറയുന്നു. തൻ്റെ ദീർഘമായ ജീവിതയാത്രയിൽ അവൻ്റെ ഹിതപ്രകാരം, ആലോചനപ്രകാരം അനുഗ്രഹിച്ച് വഴി നടത്തിയ ദൈവത്തിൽ യാക്കോബ് പൂർണ്ണമായി വിശ്വസിച്ചു. ആ ദൈവം തൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും അവൻ്റെ ഹിതപ്രകാരം, ആലോചനപ്രകാരവും അനുഗ്രഹിച്ച് വഴി നടത്തുമെന്ന് അവൻ വിശ്വസിച്ചു. തൻ്റെ പിതാവ് വിശ്വാസത്താൽ അനുഗ്രഹിച്ചത് ഒരിക്കൽ കാണുകയും ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും ചെയ്ത യാക്കോബ് വിശ്വാസത്താൽ അവരെയും അനുഗ്രഹിപ്പാനായിട്ട് തീരുമാനിച്ചു. തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിൽ അവൻ പൂർണ്ണമായി വിശ്വസിച്ചു. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ ഭാവി അറിയുന്ന ആ ദൈവം താൻ അനുഗ്രഹിപ്പാൻ തുടങ്ങുമ്പോൾ തൻ്റെ കരങ്ങളെയും നാവിനെയും നിയന്ത്രിച്ച് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ അവൻ്റെ വായിൽ നൽകുമെന്നും അനുഗ്രഹിക്കേണ്ടവണ്ണം അനുഗ്രഹിപ്പാൻ കൃപ നൽകുമെന്നും ആ അനുഗ്രഹങ്ങൾ അന്ത്യം വരെ പാലിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് അനുഗ്രഹിപ്പാൻ താൻ കരങ്ങൾ ഉയർത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലത്തെ കരം സ്വാഭാവികമായി വലത്ത് നിൽക്കുന്നവന്റെ തലയിൽ വയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ ഏതോ അദൃശ്യ ശക്തി ആ കരത്തെ ഇടത്തോട്ടും ഇടത്തെ കരത്തെ വലത്തോട്ടും നയിക്കുന്നതാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെ കൈകൾ പിണച്ചു വെച്ച് വലത്തെ കരം കൊണ്ട് ഇടത്ത് നിന്ന എബ്രീമിനെയും ഇടത്തെ കരം കൊണ്ട് വലത്ത് നിന്ന മനശ്ശയെയും അനുഗ്രഹിച്ചു.
ഇത് ബുദ്ധിയിൽ നിന്നും സ്വന്തം താല്പര്യമനുസരിച്ചും കൊടുത്ത അനുഗ്രഹമായിരുന്നെങ്കിൽ ഇളയവനായ എബ്രീമിനെ വലത്തും മൂത്തവനെ ഇടത്തും നിർത്തുവാൻ യാക്കോബ് തന്നെ മുമ്പ് കൂട്ടി നിർദ്ദേശിക്കുമായിരുന്നു. എന്നാൽ ആ അഭിഷേകത്തോടുകൂടെ ഒരുവൻ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നീട് അവന്റെ ബുദ്ധിയുടെ നിയന്ത്രണമല്ല അവനിൽ ഉണ്ടാകുന്നത്, അവന്റെ ദൈവത്തിന്റെ അഭിഷേകം അവനെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും ഭജിച്ചു പോന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നേ വരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച് ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേരും എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും പേരും ഇവരിൽ നിൽക്കുമാറാകട്ടെ. അവർ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറയുന്നതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ അനുഗ്രഹിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. മനശ്ശെയുടെ തലയിൽ വയ്ക്കാതെ വലങ്കൈ എബ്രീമിന്റെ തലയിൽ വെച്ചത് യോസേപ്പിന് അനിഷ്ടമായി തോന്നി. യോസേഫ് അപ്പന്റെ കൈ എബ്രീമിന്റെ തലയിൽ നിന്നും പിടിച്ചു മാറ്റി മനശ്ശെയുടെ തലയിൽ വയ്ക്കുവാനായിട്ട് ശ്രമിച്ചു. ആയതിനുള്ള കാരണവും പറഞ്ഞു. അപ്പാ, ഇവനല്ലോ ആദ്യജാതൻ. ആദ്യജാതന്മാർക്കാണ് ജ്യേഷ്ഠാവകാശമായ 5 പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവന്റെ അപ്പൻ കൈ മാറ്റുവാൻ സമ്മതിച്ചില്ല എന്ന് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം അവൻ വിശ്വസിച്ചു, താൻ വിശ്വാസത്താലാണ് അനുഗ്രഹിച്ചത്, ആയതിനാൽ ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല. എനിക്കറിയാം മകനെ, എനിക്കറിയാമെന്ന് യാക്കോബ് പറഞ്ഞു. അതിന്റെ അർത്ഥം, നീ എൻ്റെ വലത്തെ കൈകൊണ്ട് അനുഗ്രഹിപ്പാൻ മൂത്തവനെ മാത്രമേ നിർത്തുകയുള്ളെന്നും അവൻ ആദ്യജാതനാകയാൽ ഇളയവനേക്കാൾ അവനാണ് അനുഗ്രഹത്തിന് യോഗ്യനെന്നും അറിയാമെന്നാണ്. തനിക്ക് അബദ്ധം സംഭവിച്ചതല്ല എന്നും യോസേഫ് പറയുന്ന കാര്യങ്ങൾ തനിക്കും നല്ലവണ്ണം അറിയാമെന്നും ആ കാര്യങ്ങൾ അപ്രകാരമാണെന്നും അവന് പറഞ്ഞതുപോലെ വലത്തു നിൽക്കുന്നവനായ മൂത്ത മകൻ മനശ്ശെയെ തന്നെ വലങ്കരം വെച്ച് അനുഗ്രഹിപ്പാനാണ് താൻ താല്പര്യപ്പെട്ടിരുന്നതെന്നും, എന്നാൽ താൻ ആത്മാവിൽ അനുഗ്രഹിപ്പാൻ തുടങ്ങിയതിനാൽ താൻ വിശ്വസിച്ച ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങൾ തന്നെയാണ് തൻ്റെ കരങ്ങളെ ഇപ്രകാരം നിയന്ത്രിച്ചതെന്നുമാണ് യാക്കോബ് പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അതേ, യാക്കോബ് അനുഗ്രഹിക്കുകയും വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. അതെ, നാം ഒരു കാര്യം ഓർക്കണം. പലപ്പോഴും മാനുഷികമാകുന്ന നിലയിലുള്ള പല കണക്ക് കൂട്ടലുകളും അതേപോലെ പല കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചിലപ്പോൾ ദൈവം തിരഞ്ഞെടുത്തിട്ടില്ലാത്തവരെ മാനുഷികമായി പലരും അപ്പോയിന്റ് ചെയ്ത് വിടുന്നതും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായി ദൈവത്താലുള്ള അഭിഷേകത്തിന്റെ നിറവുകൾ നമുക്ക് ദൈവ വചനത്തിൽ എവിടെ പരിശോധിച്ചാലും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ യാക്കോബ് അവസാനം തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് തൻ്റെ പ്രാണനെ സൃഷ്ടാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് ഏൽപ്പിക്കുകയാണ്. തൻ്റെ അന്ത്യശ്വാസത്തിലും താൻ ചെയ്യുവാനുള്ള ശുശ്രൂഷ തികച്ചുകൊണ്ടാണ് താൻ കടന്നു പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞതുപോലെ അഭിഷേകമില്ലാത്തവര് പലപ്പോഴും ആ അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിന്റെ പുറകെ പോകുന്നത് പോലെ പലവിധമാകുന്ന അപ്പോയിന്റ്മെന്റുകളും കാര്യങ്ങളും പല കാര്യസാധ്യത്തിന് വേണ്ടിയും പണം കൊടുത്തും ഒക്കെ നടക്കുന്ന ഈ കാലയളവില് പ്രിയ ദൈവത്തിന്റെ മക്കളെ, ദൈവിക കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ അഭിഷേകം നഷ്ടപ്പെടുന്നതല്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇവിടെ യാക്കോബ് തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് തന്റെ അന്ത്യശ്വാസം വരെയും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത്. അതെ, നമ്മുടെ അന്ത്യശ്വാസം വരെയും ദൈവത്തിന് വേണ്ടി നിൽക്കുമെങ്കിൽ ആ അന്ത്യശ്വാസത്തിലും ആ അഭിഷേകത്തിന്റെ ശുശ്രൂഷ അവൻ തികച്ചെടുക്കുക തന്നെ ചെയ്യും. ആ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വൻകോട്ടകൾ തകർത്തിടുവാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കുവാൻ
കൃപയാൽ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ.